ഞങ്ങളുടെ അവിടെ പറഞ്ഞുള്ള റാലി ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ച സ്കൂളിന്റെ വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ഒക്കെ 2-3 കിലോമീറ്റർ ഉണ്ടായിരുന്നു. എന്റെ വീടിന്റെ ആ ഒരു ഏരിയ വരെ നടക്കുമായിരുന്നു ഞങ്ങള് റാലി കൊടിയൊക്കെ പിടിച്ചോണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോ ഉണ്ടാകുന്ന സിനിമകളാണ് കാലാപ്പാനി, കുറെ സിനിമ ഉണ്ടാവും. ഫ്ലാഗ് ഉയർത്തുന്നതിന്റെ ഗൂഗിളിന്റെ ഒരു ലോഗോ മാറുന്നത്, ഗൂഗിൾ പേയിൽ ഇപ്പം ടിക്ക് വരുമ്പം കളർ ചേഞ്ച് ആവുന്നത്, കോൾ ചെയ്യുമ്പോ ആരെ വിളിച്ചാലും കോൾ ചെയ്യുമ്പോ ഇപ്പൊ റിങ് ചെയ്യല്ല ചെയ്യുന്നത്, പ്രധാനമന്ത്രിയുടെ ഇങ്ങനെ പറയുന്നതാണ്. അപ്പൊ അത് കേട്ടപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ വിളിച്ചപ്പോ അത് എന്താ സംഭവം ഓർത്തിട്ടാണ് ഓക്കെ ഇൻഡിപെൻഡൻസ് ഡേ ആയി അപ്പോഴാണ് ഓർക്കുന്നത്. പലരും അങ്ങനെ ഇപ്പം ഓർത്തിട്ടുണ്ടാവും. 78ാമത് സ്വാതന്ത്ര്യ ദിനം നമ്മളിപ്പോ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്നും പല കൾച്ചറിൽ നിന്നും ഒക്കെ വളർന്നു വന്ന ആളുകളാണ്. പല രീതിയിൽ നമ്മുടെ സ്കൂളുകളിലും നാട്ടിലുമൊക്കെ പല രീതിയിലുള്ള സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അത് ഏതൊക്കെ രീതിയിലായിരുന്നു, ഞങ്ങൾ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തിരുന്നത്, എന്തൊക്കെ അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ ചെറുതായി ഒന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് ഇന്നത്തെ പ്രാന്തന്റെ വട്ടമേശ. അപ്പൊ ഞാൻ ജ്യോതിഷ, പ്രിയ, സുജിത്ത്. എന്റെ സ്ഥലം പത്തനംതിട്ടയായിരുന്നു. ഞാൻ പഠിച്ച സ്കൂളിലെ ആഘോഷങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ പ്രിയ മലപ്പുറം, അവിടെ ഇതിൽ നിന്നും ഒരുപാട് മാറിയുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ ആയിട്ടുള്ള, എന്നാലും സ്വാതന്ത്ര്യദിനാഘോഷങ്ങളെല്ലായിടത്തും ഒരുപോലെയൊക്കെ തന്നെ ആയിരിക്കും, ഒരേപോലെ ചെയ്ത കാര്യങ്ങളുണ്ടാവും. സ്വാതന്ത്ര്യം എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് ആഘോഷിച്ചിട്ടുണ്ടാവുക. നമ്മളെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അതുപോലെ രാവിലെ കുളിച്ചു മാറ്റി 10 മണിയുടെ പതാക ഉയർത്തിട്ടുണ്ടാവും. അപ്പോൾ അതിനു വേണ്ടി പോകുന്ന വഴിക്ക് നമുക്ക് മിഠായികൾ കിട്ടും, കടയിൽ നിന്നൊക്കെ മിഠായി കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ കൊടിയുണ്ടാവും എല്ലാവരുടെ കയ്യിൽ. ആദ്യമൊക്കെ ഞാനൊരു LP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുറച്ച് ഭയങ്കര ഗംഭീര ആഘോഷങ്ങളായിരുന്നു. പായസം ഉണ്ടാവും അങ്ങനെ. പിന്നെ പതിയെ കുറഞ്ഞു. UP സ്കൂളൊക്കെ ആയ സമയത്ത് ഈ ഒരു പായസം എന്നുള്ള സാധനം മാറി, മിഠായി മാത്രമായി. പിന്നെ ഈ പറഞ്ഞ പോലെ സ്കൂളുകൾ പോകാതായി. ഹൈസ്കൂൾ സമയത്ത് നമ്മൾ നാട്ടിലെ ക്ലബ്ബുകൾ കൂടി ആഘോഷിക്കാനുള്ള സംഭവത്തിലേക്ക് വന്നു. ഇപ്പൊ ഒരു ദിവസം പോലെ കടന്നു പോകുന്നത്. ഞങ്ങൾക്ക് തലേന്ന് ഇരുന്നിട്ട് എല്ലാരും ഇങ്ങനെ ഗ്രൂപ്പ് ആക്കിയിട്ട് റൗണ്ടിൽ ഇരുന്നിട്ട് കൊടി ഉണ്ടാക്കും. ഈ പേപ്പർ വെട്ടിട്ട് കളറൊക്കെ ക്രയോണൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ചുരുട്ടിയിട്ടൊക്കെ ഉണ്ടാക്കി നമ്മള് സ്വന്തമായിട്ട്. പിറ്റേന്ന് റാലിക്ക് ആ കൊടി പിടിച്ചിട്ട് പോകണം. പിന്നെ റാലിയില് ഫ്രണ്ടിൽ ഇങ്ങനെ എന്തൊക്കെ എഴുതിണ്ടാവും. പിന്നെ ഗാന്ധിജി ഉണ്ടാവും. അതിന്റെ കുറച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കുറച്ച് ആൾക്കാരുടെയൊക്കെ മറ്റേ ആൾക്കാരുണ്ടാവും. നമ്മൾ ആ സ്കൂളിന്റെ റൗണ്ട് ഇങ്ങനെ കറങ്ങി റാലി പോയിട്ട് തിരിച്ച് അവിടെ തന്നെ വരും. പിന്നെ ഉച്ചയ്ക്ക് അരിപ്പായസം ഉണ്ടാവും. പ്ലേറ്റിൽ ഒഴിച്ച് തരും. അരിപ്പായസം പ്ലേറ്റിൽ ഒഴിച്ച് തരും. പിന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ തൂക്കാത്രം എന്ന് പറയാം. അപ്പൊ അതും കൊണ്ട് പോയിട്ട് അത് നിറച്ച് സാധനങ്ങൾ എന്നിട്ട് അതെല്ലാവരും കൊടുക്കുക. രസമായിരുന്നു. കൊടി ഉണ്ടാവില്ല. എനിക്ക് അതിന് ശേഷമാണ് ഈ ഇപ്പൊ ഇവിടെ കൊട്ടിക്കാനുള്ള സാധനമൊക്കെ കടയിൽ ഇറങ്ങൽ തുടങ്ങി. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോ അധികം ഇല്ലായിരുന്നു. ബണ്ണും അതേപോലെ പേപ്പർ പോലെ ഞാൻ കൂടുതലും മറ്റേ ഈ ഗോൾഡൻ ഷെയ്ഡ് ഒക്കെ വന്നിട്ടുള്ള കൊടിയൊക്കെ ഇപ്പോഴാണ് കാണുന്നത്. ഇങ്ങനെ ഇവിടെ ഒട്ടിക്കുന്നത്, ഫ്ലാഗ് ഒക്കെ ഒട്ടിക്കാൻ. ഞങ്ങളുടെ അവിടെ പറഞ്ഞുള്ള റാലി ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ച സ്കൂളിന്റെ വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ഒക്കെ 2-3 കിലോമീറ്റർ ഉണ്ടായിരുന്നു. എന്റെ വീടിന്റെ ആ ഒരു ഏരിയ വരെ നടക്കുമായിരുന്നു ഞങ്ങള് റാലി കൊടിയൊക്കെ പിടിച്ചോണ്ട്. എല്ലാരും വൈറ്റ് യൂണിഫോം ഒക്കെ ഇട്ടിട്ടാണല്ലോ, അതൊക്കെ ഇട്ടിട്ട് നടക്കും, തിരിച്ചു വരും. എന്നിട്ട് ഇതുപോലെ പായസം, അത് എനിക്ക് UPയിലും ഉണ്ടായിരുന്നു, പായസം ഉണ്ടായിരുന്നു. എനിക്ക് ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മൾ വൈറ്റ് അല്ലേ ഇടാറുള്ളൂ. ആ റാലിയിലെല്ലാം ഉണ്ട്. ഇപ്പൊ മുൻകൊടുത്ത ആൾക്കാരുണ്ട്, ഗാന്ധിജിയുടെ വേഷിട്ടേക്കുന്നത്. ഏറ്റവും പുറകിലായിരിക്കും യൂണിഫോം ഇട്ട ആൾക്കാർ കുറച്ച് പേര് വരുന്നത്. ഞങ്ങൾക്ക് വൈറ്റ് യൂണിഫോം എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ഇങ്ങനെ ബെറ്റിക്കോട്ട് പോലത്തേക്കായിരുന്നു. അതൊക്കെ ഇട്ടുണ്ട്. ഫ്ലാഗ് നിർബന്ധം അന്ന് പറയും, സ്കൂളിനെ പറഞ്ഞോളൂ ഫ്ലാഗ് മേടിച്ചിട്ട് തന്നെ വരണമെന്ന്. ഫ്ലാഗ് ഞാൻ ഇടയ്ക്കൊക്കെ മറന്നു പോയിട്ടൊക്കെ ഉണ്ട്. അന്നേരം സ്കൂളിൽ നിന്ന് ഫ്ലാഗ് തരും. നമുക്കിങ്ങനെ ഇതുപോലെ ഇതിനേക്കാളും കുറച്ചുകൂടെ ചെറിയ ഫ്ലാഗ് ഒക്കെ തരുമായിരുന്നു. വൈറ്റ് ആൻഡ് ബ്ലൂ. ഞങ്ങൾക്ക് വൈറ്റ് ആൻഡ് ബ്ലൂ ചെക്ക് വൈറ്റ് ആൻഡ് ബ്ലൂ ചെക്ക് ഞങ്ങൾക്ക് ഇപ്പൊ ഷർട്ടാണ്. അതിന്റെ 1 മുതൽ 10ാം ക്ലാസ് വരെ ഒരേ യൂണിഫോം ആയിരുന്നു. കള്ളിക്ക് വ്യത്യാസം ഉണ്ട്. പിന്നെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോ ഉണ്ടാകുന്ന സിനിമകളാണ് കാലാപ്പാനി, കുറെ സിനിമ ഉണ്ടാവും. നമുക്ക് ക്ലാസ് പരിപാടി കഴിയും. എന്നിട്ട് സ്കൂളിൽ വീട്ടിലെത്തും. വീട്ടിലെത്തി കഴിഞ്ഞാല് TV തുറന്ന സ്വാതന്ത്ര്യദിന പരിപാടികളാവും. ക്വിസ് മത്സരം ഉണ്ടാവും കേട്ടോ. ക്വിസ് മത്സരം ഉണ്ടാവും.
അത് തലേന്ന് നടത്തലുണ്ട്, തലേന്ന് ആ, തലേന്ന് വൈകിട്ടൊക്കെ നടത്താറുണ്ട്. നടത്തുന്നുണ്ട്. അന്ന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അസംബ്ലിയിൽ വെച്ച്. എന്നിട്ട് എന്താണ് സ്കൂളിലെത്തി വീട്ടിലെത്തി വീട്ടിൽ നിന്ന് നമ്മൾ ടി വി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമകള് ഇതുപോലെ കലാപരി വരുന്നുണ്ട്. 1921 നമ്മളെ മലബാർ കലാപമായിട്ട് ബന്ധപ്പെട്ട ആ സിനിമ വരും. പിന്നെ ഏതാ ആ ഒരു ക്ഷേത്രം റിലേറ്റ് ചെയ്തിട്ടുള്ള 3 മണിക്ക് ശേഷം വീരപുത്രം എന്നുള്ള സിനിമ ഉണ്ടല്ലോ. പരിപാടികൾ ഉണ്ടാകുമായിരുന്നല്ലോ. അല്ല വേരൊക്കെ കൊണ്ടിട്ട് വീട്ടിൽ എത്തിയിട്ട് ഇങ്ങനെ ക്ഷീണിച്ച് കുറച്ച് നേരം ഉറങ്ങി. ഈ സ്വാതന്ത്ര്യത്തിന് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് മറ്റേ ദൂരദർശൻ തന്നെ ആയിരിക്കും, ചാനലായിരിക്കും. ഈ സ്കൂളത്തെ റാലി കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് കുറെ കുട്ടികളുണ്ട്. അപ്പൊ ഈ കൊടിയൊക്കെ ബാക്കിയാവല്ലോ, അതൊക്കെ കൊണ്ട് ഞങ്ങള് വേറൊരു റാലി എടുത്തത് നാട്ടിലൂടെ വെറുതെ. അല്ല അന്നത്തെ പണ്ടൊക്കെ വെച്ചാൽ ഈ ഫ്ലാഗ് കയ്യിലില്ലെങ്കിൽ, ചെറുതാണല്ലോ ഫ്ലാഗ് കയ്യിലില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഈ കൊടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റേ സൈക്കിൾ ഉള്ളത്, സൈക്കിൾ കൊടിയെടുത്ത് വെക്കുക, തോരണല്ലോ മറ്റേ റിബൺ ഇങ്ങനെ റാലി കഴിക്കുമ്പോൾ സൈക്കിള് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? സൈക്കിൾ അതാണ് എന്റെ ഒരു ഓർമ്മ. പിന്നെ നമ്മള് ഓരോ നേതാക്കളെ, നമ്മുടെ സ്വതന്ത്ര നമ്മുടെ നേതാക്കളെ രൂപങ്ങള് അല്ലെങ്കിൽ അതിന് വേഷം കിട്ടിയിട്ട് ആൾക്കാരുണ്ടോ നമ്മള് കുട്ടികളൊക്കെ? ഗാന്ധിജിയുടെ, സുഭാഷ് ചന്ദ്രബോസ്, അങ്ങനത്തെ ഓരോ വേഷം കിട്ടിയിട്ട്. ഈ സ്കൂളിലെ ക്ലാസ്സെല്ലാം കഴിഞ്ഞ് കോളേജിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് സെലിബ്രേഷൻ ഒന്നും ഇല്ലാതെ, അങ്ങനെയാണ് ഈ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം എന്നുള്ള ഒരു സെലിബ്രേഷൻ പതുക്കെ നിന്നു പോയത്. അങ്ങനെയാണ് സ്കൂളിൽ പഠിച്ചപ്പോ ഈ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിനുണ്ടായിരുന്നു. അപ്പൊ അതിന് പ്രത്യേക 10th വരെ +1 ആയിരുന്നു ഗൈഡ്സിനുണ്ടായിരുന്നത്. അതിനപ്പോ പ്രത്യേകമായിട്ട് നമുക്ക് റാലിയും മറ്റേ സല്യൂട്ടേഷൻ ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും അല്ലാത്ത റാലിക്ക് പോകുമ്പോ അങ്ങനെ അധികം ഇല്ലായിരുന്നു. +1 +2 ഇൻഡിപെൻഡൻസ് ഡേ വേറൊരു ലെവലായിരുന്നു. അവിടെ നിന്ന് കോളേജിലോട്ട് മാറിയപ്പോഴാണ് പ്രത്യേകിച്ച് ഒന്നും ഇല്ലാതായി. പിന്നെ വർക്കൊക്കെ ആയിട്ട് പിന്നെ ഇൻഡിപെൻഡൻസ് ആകുമ്പോൾ നമ്മളിങ്ങനെ മൈക്കെടുത്തിട്ടായിരുന്നല്ലോ അങ്ങനത്തെ പരിപാടികൾ, ഇൻഡിപെൻഡൻസ് ഡേയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഓരോ വർഷവും എന്തെങ്കിലുമൊക്കെ ഒരു മെമ്മറീസ് ഉണ്ടാകും. ചില സ്കൂളൊന്നും ഭയങ്കര സെലിബ്രേഷൻ ആയിട്ട് നടത്തുന്നു അല്ലേ, ഇങ്ങനെ പരേഡൊക്കെ നടത്തിയിട്ട് പ്രോഗ്രാമായിട്ട് നടത്തുന്നുണ്ട്. ഡിഗ്രി തൊട്ടുള്ള കുട്ടികൾക്ക് അതൊരു സീരിയസ്നെസ് ഇല്ലാതെ നോർമൽ ആയിട്ട് മാറാറ് വെറുതെ സ്റ്റാറ്റസ് അറിയാൻ ആർക്കും കുറെ കാര്യങ്ങളും നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ വർഷം പോലും അറിയാതെ കുറെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ശരിയാ. പിന്നുള്ളതെന്ന് വെച്ചാൽ ഈ ഗ്രൗണ്ടിൽ പോലീസ് പരേഡ് ഉണ്ടല്ലോ, മറ്റേ കുതിരയും ഒക്കെ വെച്ചിട്ടുണ്ട്. അത് കാണാനായിട്ട് ഞാൻ കുറച്ചാൾ പഠിച്ചോണ്ടിരുന്ന സമയത്ത് അത് കാണാൻ വേണ്ടിയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. അവിടെ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്ത് കാണാനാണെങ്കിലും ഒക്കെ നല്ലൊരു രസമാണല്ലോ. അപ്പൊ പലരും അവിടെ ഞങ്ങള് പഠിച്ചതിന്റെ അടുത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. അതൊരു പ്രത്യേക സെഗ്മെന്റ് ആയിട്ട് മാറ്റി വെക്കുമായിരുന്നു. ഈ ഫ്ലാഗ് ഉയർത്തുന്നതിന്റെ കുറെ ഇപ്പോഴും ആവർത്തിക്കും. പത്രത്തില് ഈ ന്യൂസ് ഇത്ര അല്ലാത്ത സമയത്ത്, ഇപ്പൊ ഓൺലൈൻ മീഡിയത്തിന് സ്ട്രോങ് ആകാത്ത കാലത്ത് നമ്മൾ മറ്റേ പത്രം വായിക്കുമ്പോൾ കൊടി തിരിച്ചു കിട്ടി, ഉയർത്തി കഴിഞ്ഞാല് പിന്നെ എത്ര സമയത്തിനുള്ളിൽ അപ്പൊ അഴിച്ചു വെച്ചില്ല, അത് പിറ്റേന്ന് കട കിടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ന്യൂസ് കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്ത ഈ ചാനലിന്റെ ഈ എല്ലാ ഇൻഡിപെൻഡൻസിനും ഓണത്തിനൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഈ ദിവസവും ചാനലുകളെല്ലാം മാറ്റിയിട്ട് അതിന്റെ ലോഗോയിട്ടൊക്കെ എന്തൊക്കെയാണ് ഇപ്പൊ ഏഷ്യത്തിലേക്ക് കഴിഞ്ഞാൽ അവരാ വരകൾ തന്നെ ഇങ്ങനെ ഓറഞ്ചും വെള്ള പച്ച കളറിലും ഇങ്ങനെ പതാകയൊക്കെ പറഞ്ഞു. മനോരമയൊക്കെ വന്ന സമയത്താന്ന് തോന്നുന്നു ഭയങ്കര രസമായിട്ട് ലോഗോയൊക്കെ ഇങ്ങനെ വന്നത്, സ്വാതന്ത്ര്യത്തിന്റെ അല്ല ആ സമയത്ത് മനോരമ ഭയങ്കര വെറൈറ്റി ആയിട്ടൊക്കെ കൊണ്ടുവരുന്നത്. ദൂരദർശന് ശരിക്കും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്റെ പ്രോഗ്രാം അത് റിലേറ്റ് ചെയ്ത് കുറെ സാധനങ്ങൾ ഈ രാത്രി ഒക്കെ ഉണ്ടാവും. രാത്രിയിൽ ഞാൻ പറഞ്ഞ ഈ വിമാനങ്ങളൊക്കെ ഇങ്ങനെ ബാക്കില് കളർ പുകയൊക്കെ പോയിട്ടുള്ള സംഭവം വെറുതെ കാണിക്കുക. ഒരു ദൂരദർശന്റെ സമയത്ത് ഈ 8 മണിയാകുമ്പോൾ ഓവർ ടു ഡൽഹി എന്ന് പറഞ്ഞിട്ട് ചാനല് ഹിന്ദിയിലേക്ക് പോയല്ലോ. ഇങ്ങനത്തെ സ്പെഷ്യൽ റെഡിക്ക് മാത്രമാണെന്ന് തോന്നുന്നത് 8 മണിക്ക് പോവാതെ ഇത് അങ്ങനെ ഹിന്ദി തന്നെ പോകില്ലേ ഇതിന്റെ സംഭവം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഹിന്ദി കാണുമ്പോഴായാലും എനിക്ക് എന്താ പറയാ നാഷണാലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്ന സാധനം എന്ന് പറയുന്ന പാട്ടുകൾ, ഇടയിലിടയിൽ വരുന്ന പാട്ടുകൾ
ഇപ്പൊ അതില് സ്വരാഗിനിയോ ആ പാട്ടിലാണ് നമ്മള് മോഹൻലാലിനെ കാണാൻ വേണ്ടി നമുക്ക് ലാലേട്ടനെ മാത്രം മലയാളി എന്നുണ്ട് ലാലേട്ടൻ യേശുദാസ് അങ്ങനത്തെ 2 ആൾക്കാർ സ്വരം കാണാൻ വേണ്ടിട്ട് നോക്കും. പിന്നെ വേറൊരു സോങ് കൂടി ഉണ്ട് എല്ലാ ഭാഷകളും വെച്ചിട്ടുള്ള, അതിലാകെ മലയാളത്തിൽ ഒരൊറ്റ ലൈനേ വരുന്നുള്ളൂ. അപ്പൊ എല്ലാ ഭാഷയുടെ ഇടയിൽ നമ്മൾ ആ ഒരൊറ്റ ഒരാരപ്പുറത്ത് ഒരാൾ നിൽക്കുന്നത് ആ ലൈൻ കേൾക്കാൻ വേണ്ടി മാത്രം ആ പാട്ട് വെറുതെ കുറെ വട്ടം കേട്ടിരിക്കും. ഗൂഗിളിന്റെ ഒരു ലോഗോ മാറുന്നത്, ഗൂഗിൾ പേയിൽ ഇപ്പം ടിക്ക് വരുമ്പം കളർ ചേഞ്ച് ആവുന്നത്, കോൾ ചെയ്യുമ്പോ ആരെ വിളിച്ചാലും കോൾ ചെയ്യുമ്പോ ഇപ്പൊ റിങ് ചെയ്യല്ല ചെയ്യുന്നത്, പ്രധാനമന്ത്രിയുടെ ഇങ്ങനെ പറയുന്നതാണ്. അപ്പൊ അത് കേട്ടപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ അത് എന്താ സംഭവം ഓർത്തിട്ടാണ് ഓക്കെ ഇൻഡിപെൻഡൻസ് ഡേ ആയി അപ്പോഴാണ് ഓർക്കുന്നത്. അപ്പൊ പലരും അങ്ങനെ ഇപ്പം ഓർത്തിട്ടുണ്ടാവും. സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുമ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഷെയർ ചെയ്തത്. ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്തത്. സ്വാതന്ത്ര്യ ദിനം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന നിങ്ങളുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് അല്ലെങ്കിൽ റീസെന്റ് ആയിട്ടുള്ള മെമ്മറീസ് എന്തൊക്കെയാണെന്ന് കമന്റ് ബോക്സ് വഴി ഞങ്ങളെ അറിയിക്കുക. ഇപ്പോൾ എല്ലാവർക്കും സിനിമാ പ്രാന്തന്റെ വക സ്വാതന്ത്ര്യ ദിനാശംസകൾ.